എന്നെഴുതി വെച്ചിരുന്ന ഒരു കാലഘട്ടം. ഏത് പെണ്ണിനെ കണ്ടാലും പക്ഷികളെ പോലെ ആ പെണ്ണിനെ ഉപയോഗിച്ചിരുന്ന ആടിനു വേണ്ടി കാത്തിരുന്ന ഒരു കാലഘട്ടം. കള്ളിന്റെ വിപ്പയുടെ കുട്ടികളിൽ കള്ളുകൾ നിറച്ചു വെച്ചത് കുടുംബത്തിന്റെ മഹത്തരമായി അഭിനയിച്ചിരുന്ന ഒരു കാലഘട്ടം. നിസ്സാരമായ ഇലതിന്നതിന്റെ പേരിൽ, വേദിക്കപ്പുറത്തുള്ള ഒട്ടകം ഇപ്പുറത്തുള്ള ഇറങ്ങുന്നതിന്റെ പേരിൽ കൊന്നൊടുക്കപ്പെട്ടവന്റെ കയ്യും തലയും മരത്തിൽ കെട്ടിപ്പൊക്കിയിട്ട് കയ്യുകളുടെയും തലകളുടെയും എണ്ണത്തിന്റെ പേരിൽ ആവേശം അടിച്ചിരുന്ന ഒരു കാലഘട്ടം 1400 വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ ജനതയെ ലോകത്തിന്റെ റസൂലുള്ളാഹി മാറ്റിയിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ പറയുന്നത് പോലെ കാലമല്ല കുറ്റവാളി. ഒരിക്കലും കാലത്തെ കുറ്റം പറയരുത്. കാലം അങ്ങനത്തതായി പോയി. അല്ല, മാറാത്ത രക്ഷിതാക്കൾ അങ്ങനെയായി പോയി, തിരുത്താത്ത മാതാപിതാക്കൾ അങ്ങനെയായി പോയി. കാലഘട്ടത്തിന്റെ മലവെള്ളപ്പാച്ചിലെ ചണ്ടിയെ പോലെ അവനവന്റെ സൗകര്യത്തിനും സന്തോഷത്തിനും അനുസരിച്ച് എല്ലാം വാരിപ്പിടിച്ച് വെപ്രാളപ്പെട്ടോടുന്ന ഒരു മാനസിക നിലയിലേക്ക് മക്കളെത്തിയപ്പോ നമ്മളുടെ മക്കളും കുടുംബവും നാടും നഗരവും നശിക്കാൻ തുടങ്ങി. എന്തേ നമ്മൾ തിരിച്ചറിയേണ്ടതുള്ളൂ. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം. ഇസ്ലാമിന്റെ ബാക്കി എല്ലാ കാര്യത്തിലും കാണിക്കുന്ന കനിഷ്ഠത കുടുംബ ജീവിതം കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ചില രക്ഷിതാക്കൾക്ക് സാധിച്ചിട്ടില്ല. ഏത് രംഗത്തും അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചൊരു മാതൃകയുണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ ഓർത്തെടുക്കേണ്ട ചില ചരിത്രങ്ങളുണ്ട്. ഇന്ന് പൊതുവെ അമുസ്ലിമീങ്ങളായ ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലൊക്കെ അവരുടേതായ പള്ളി ഇടവകകളിലൊക്കെ വിവാഹത്തിന്റെ മുൻപിൽ ചില കാര്യങ്ങൾ നടക്കും. പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്ലാസുകൾ. 3 മാസം ആ ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടുള്ളൂ. വിവാഹം നടത്തിക്കൊടുക്കുന്ന അച്ഛന്മാരെ ചോദിക്കും, ആ പ്രീ മാരിറ്റൽ കൗൺസിലിൽ പങ്കെടുത്തവരാണ് എങ്കിൽ അത് പങ്കെടുക്കുന്നവരെ 3 മാസങ്ങൾ വരെ അവർ വിവാഹം നീട്ടിവെക്കും. പക്ഷെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം 7ാം ക്ലാസ്സിൽ അത്തഹിയ്യാത്തിൽ നിന്ന് ചെല്ലണം, കൈകെട്ടുമ്പെന്ന് ചെല്ലണം, നോക്കും തുറക്കുമ്പെന്ന് ചെല്ലണം എന്ന് പഠിപ്പിച്ചതല്ലാതെ 7ാം ക്ലാസ്സിന് ശേഷമുള്ള ഒരു കണ്ടിന്യൂസ് മതവിദ്യാഭ്യാസ ശാലകളിലും നമ്മുടെ മക്കളില്ല. കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ മതപുനർ വിദ്യാഭ്യാസ പദ്ധതി എത്ര മക്കളെ രക്ഷിതാക്കളെ ചേർത്തിട്ടുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മക്കളുടെ മനസ്സുകൾ പാഴിപ്പോകാതിരിക്കാൻ ഹൈടെക്കുകൾ എത്ര മക്കൾ രക്ഷിതാക്കളുടെ പ്രയത്നം കൊണ്ട് കയറി വരാറുണ്ട്. പ്രൊഫഷണൽ രംഗത്തേക്ക് കയറി ചെല്ലുന്ന പ്രോട്ടോകോളുകൾ മുതൽ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതി നമ്മുടെ കുടുംബത്തിൽ നിന്നും നമ്മൾ നീക്കി വെക്കാൻ തുടങ്ങി. അവിടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാൻ നേരത്ത് നമ്മൾ മക്കളെ സ്വാർത്ഥത മാത്രം ചെലവഴിക്കാൻ തുടങ്ങി. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ദീനിന് പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ആ പ്രാധാന്യം പലരും കൊടുക്കാറില്ല. വൈവാഹിക രംഗത്തുള്ള ആലോചനകളിൽ പോലും ഇന്ന് അന്യായം ചെയ്യുന്നവരുണ്ട്. ഇല്ലേ? ആലോചനകൾ നടത്തുന്ന സമയത്ത് എത്രയെത്ര ആൺമക്കളാണെന്നറിയോ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം ആഗ്രഹിച്ച് വിവാഹത്തിന് തയ്യാറാവുന്നത്. പക്ഷേ ആ ആൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഫെമിനിസം തലക്ക് പിടിച്ച പെൺകുട്ടികൾ. അവർക്ക് നട്ടപ്പാതിര നേരത്ത് ബീച്ചിൽ പോകണം, അവർക്ക് സൺസെറ്റ് കാണണം, അവർക്ക് ജീൻസ് ഉടുക്കണം. പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ദീനിന്റെ പേരിൽ ഫെമിനിസം തലക്ക് പിടിച്ച പെൺമക്കളെയും കൊണ്ട് ആഴ്ചയിൽ ബ്യൂട്ടീഷ്യൻ ചെയ്യിക്കാനും പിരിവം പഠിക്കാനും ചുണ്ടുകളിൽ ചായം തേക്കാനും ക്രീമുകൾ പുരട്ടാനും തുടങ്ങി. അരമുതൽ താഴോട്ട് കിടന്ന ചുരിദാറുകൾക്ക് വരെ ആ പെണ്ണിന് വേണ്ടി ആദർശം നീക്കി വെക്കുന്ന ആൺമക്കളുണ്ടെങ്കിൽ അങ്ങനത്തെ പെൺമക്കളുടെ രക്ഷിതാക്കളെ ദീനുള്ള ആൺമക്കൾക്ക് കെട്ടിച്ചു കൊടുക്കാനല്ല ഇസ്ലാമിന്റെ കൽപ്പന. നിങ്ങളുടെ പെൺമക്കൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടോ? ഫെമിനിസ്റ്റ് ചിന്താഗതികളുണ്ടോ? അവർക്ക് ദുനിയാവിനനുസരിച്ച് ജീവിക്കണോ? നല്ല ആൺമക്കളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചുണ്ട്. പർദ്ദയിട്ട് മാന്യമായി വസ്ത്രം ധരിച്ച് ജീവിക്കണം, കുടുംബത്തെയും ഭർത്താക്കന്മാരെയും സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പെൺമക്കൾക്ക് കിട്ടുന്നതാവട്ടെ ഒരു ന്യൂ ജനറേഷൻ കുയ്യാപ്പള. വിവാഹത്തിന്റെ തുടക്കത്തിലേ തുടങ്ങും കരിമരുന്ന് പ്രയോഗം, ഒട്ടകപ്പുറത്തുള്ള വരവ്, ആനപ്പുറത്തുള്ള ഇരവിപ്പ്, വ്യത്യസ്തമായ രീതിയിലുള്ള ആർഭാടങ്ങളും അനാചാരങ്ങളും കാണിച്ച് കയറി വരുന്നതിന് വേണ്ടി പിന്നീട് പെൺമക്കൾ അവരുടെ ഹൃദയത്തിൽ വേദനയോടെ വാങ്ങാൻ തുടങ്ങും. കാരണം
പിയ്യാപ്പിളക്ക് ഇഷ്ടം ഞാൻ ജീൻസ് ഇടുന്നതാണ്, പിയ്യാപ്പിളക്ക് ഇഷ്ടം ഞാൻ ചുണ്ടിൽ ലിപ്സ്റ്റിക് തേച്ച് പുറത്തിറങ്ങുന്നതാണ്. ഇങ്ങനെ സ്വാലിഹത്തായ എത്ര പെൺമക്കളാണ് അള്ളാഹുവിന്റെ ദീനില്ലാത്ത കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നത് അറിയും. അതുകൊണ്ട് ഹബീബായ വ്യക്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ ഒരിക്കലും വിവാഹത്തിന്റെ ആലോചനയിൽ അന്യായം ചെയ്യരുത് രക്ഷിതാക്കളെ. വൈവാഹിക രംഗത്ത് നിങ്ങൾ ഇടപെടുന്നുണ്ടോ, അന്വേഷണം മര്യാദയോടെയാവണം. അള്ളാഹുവിന്റെ ദീന് നിങ്ങൾക്ക് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന മകന് മകൾക്ക് ദീനീ ചിട്ടയുണ്ടാകണം. അതിലെന്തു വേണം? ജീവിതത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽക്ക് വാപ്പാക്ക് ദീനുണ്ടായാൽ പോരാ, മക്കൾക്ക് ദീനുണ്ടാവണം. ഉമ്മ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരമായി പങ്കെടുക്കുന്നവളായാൽ പോരാ, വളരുന്ന പെൺമക്കൾക്ക് ദീനുണ്ടാവണം. ഉമ്മ സലഫി പർദ്ദയും മക്കയും ധരിച്ചാൽ പോരാ, ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ചൂടലിന്റെ പെൺമക്കൾ ആ വസ്ത്രത്തിന്റെ മഹത്വം അറിയണം. അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ കുരുതി കൊടുക്കുമ്പോ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഇയ്യാക്കും, നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം കരയുന്നുണ്ടെങ്കിൽ, നമ്മളെ മക്കൾ കാരണം ഏതെങ്കിലും ഒരു കുടുംബം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ അതിന്റെ വേദനയും സങ്കടവും കാരണക്കാരായ സർവ്വ പേർക്കും അള്ളാഹ് അറിയിച്ചിട്ടല്ലാതെ ഒരു മാതാപിതാക്കളെയും അള്ളാഹു തിരിച്ചു വിളിക്കുകയില്ല. ആ തിരിച്ചറിവ് ഒരു രക്ഷിതാവിനുണ്ടെങ്കിൽ ആ രക്ഷിതാവ് എന്ത് ചെയ്യണം? അവരുടെ കുടുംബ ജീവിതത്തെ പ്രവാചകന്റെ കുടുംബത്തോട് ചേർത്ത് വെക്കണം. ഹബീബായ നബി തങ്ങളുടെ കുടുംബം എങ്ങനെയാണ്, അതേ നിലയ്ക്ക് എന്റെ കുടുംബവും എനിക്ക് ചേർത്ത് നിർത്തണം. ഒരു പക്ഷേ അള്ളാന്റെ ഹബീബിന് കിട്ടിയ പലതും കിട്ടാത്ത പലതും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. വയറ് നിറച്ച് ഭക്ഷണം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല. നല്ലൊരു വസ്ത്രം അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും കിട്ടിയിട്ടില്ല. ചൂടുകാലത്ത് AC, തണുപ്പ് കാലത്ത് ചൂട് കിട്ടുന്ന AC അള്ളാന്റെ റസൂലിനും സഹാബത്തിനും കിട്ടിയിട്ടില്ല. ഒട്ടകങ്ങളെ പോലും അള്ളാഹുവിന്റെ ഹബീബിന് അങ്ങേയറ്റം പ്രായമായ ഒട്ടകം കിട്ടിയെന്നല്ലാതെ ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന പല അനുഗ്രഹങ്ങളും അന്ന് റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, റസൂലിന് കൊടുക്കാത്ത പലതും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്, ഇന്നമാ യുരീദുല്ലാഹി ലിയുദ്ഹിബ അൻകുമുൽ റിജ്സ അഹ്ലുൽ ബൈത്ത്. അഹ്ലുൽ ബൈത്തിനെ, പ്രവാചക കുടുംബത്തെ അള്ളാഹു ഉദ്ദേശിച്ചത് അവരുടെ റിജ്സിൽ നിന്നും മലിനതയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതോടൊപ്പം ഏറ്റവും ശുദ്ധമായ നിലയ്ക്ക് റസൂലുള്ളാഹിന്റെ കുടുംബത്തെ മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, എന്റെ കുടുംബം എനിക്ക് റബ്ബിന് ഇഷ്ടപ്പെട്ടതാക്കണോ? സിനിമ നടന്റെ സിനിമ വേണ്ടെനിക്ക്, ഏതെങ്കിലും പരസ്യ മോഡലുകളുടെ വാക്കുകൾ വേണ്ടെനിക്ക്, കേരളത്തിലെ സുപ്രസിദ്ധനും കുപ്രസിദ്ധനുമായ ഒരുത്തന്റെയും വാക്ക് എനിക്ക് വേണ്ട. എനിക്കെന്ത് മതി? ആമന റസൂലു, എന്റെ പ്രവാചകൻ വിശ്വസിച്ചതും പ്രവാചകൻ ഏറ്റെടുത്തതുമായ അള്ളാഹുവിന്റെ വഴി, റസൂലിന്റെ മാർഗം, അത് ഞാൻ സ്വീകരിക്കും എന്നൊരു മനസ്സുണ്ടായാൽ മതി. ആ മനസ്സുണ്ടാകണമെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്നിടത്ത് നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടണം. അല്ല, ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതൊന്നും വൈവാഹിക രംഗത്ത് നമ്മൾ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതാ പല അബദ്ധങ്ങളും. ഞാനൊക്കെ ഈ കുടുംബത്തിൽ കൗൺസിലിംഗിൽ ഇരുന്ന് അവസാനം കുടുംബ ബന്ധങ്ങളൊക്കെ തകർച്ചയിലേക്ക് എത്തുമ്പോൾ ചില വാർത്തയൊക്കെ നമ്മളെ കാണാൻ വരും. എന്നിട്ട് സംസാരത്തിന്റെ അവസാനം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾക്ക് ചോദിക്കാൻ ഒരു ചോദ്യം ഉണ്ടാകും, നമ്മൾ ആ കുടുംബത്തോട് ദീനീപരമായിട്ട് സംസാരിച്ച അത് കേൾക്കാൻ പറ്റുന്ന കൂട്ടരാണോ അവരെന്ന് ചോദിക്കും. ആണും പെണ്ണും ഒക്കെ തമ്മിലായിട്ട് പ്രശ്നം ഒത്തുപോകുന്നില്ല, അല്ലെങ്കിൽ പ്രശ്നമാണെന്ന് കാണുമ്പോൾ രണ്ടു കൂട്ടരോടും ചോദിക്കും, ഒന്ന് അള്ളാന്റെ ദീനിനെ മുൻനിർത്തിയിട്ട് നമുക്കൊരു ചർച്ച നടത്തിയാലോ. എന്നിട്ട് പെൺകുട്ടിയുടെ വാപ്പനോടോ പിയന്റെ അല്ലെങ്കിൽ പ്രിയാപ്പന്റെ വാപ്പനോടോ ചോദിക്കും, നമുക്ക് ആ വാപ്പാനോടൊന്ന് ദീനീപരമായിട്ട് ചർച്ച ചെയ്താലോ, അല്ലെ ആ കുട്ടിയോടൊന്ന് ദീനീപരമായിട്ടൊന്ന് ചർച്ച ചെയ്താലോ. ഉടനെ കെട്ടിച്ച് കൊണ്ടുവന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലെ വാപ്പെങ്കിൽ ഒന്നങ്ങനെ കുട്ടിയിട്ട് പറയും, ഓപ്പോ എന്ത് ദീന്, ഓരൊക്കെ കുടുംബത്തിൽ എന്തോരൊക്കെ ദീന്. ഇത് തിരിച്ചു പറയും, ഇതെന്തേ നോക്കാത്ത? വിവാഹം ആലോചിക്കുമ്പോൾ തറവാടിന്റെ വലുപ്പം നോക്കി, വിവാഹം ആലോചിക്കുമ്പോൾ കിട്ടാനുള്ളത് ചോദിക്കാതെ കിട്ടാനുള്ള വകുപ്പുണ്ടോന്നോ നോക്കി, പിന്നാമ്പുറത്തുകൂടെ കൈയിട്ടിയാൽ കിട്ടാൻ പറ്റുന്ന തറവാടാണോ നോക്കി. ഇതൊക്കെ നോക്കിയിട്ട് അവസാനം അള്ളാന്റെ ദീനിൽ ഒത്തുപോകുന്നില്ല എന്ന് കാണുമ്പോൾ ഒരു ദീനുമില്ല. അവര് തിരിച്ചു പറയും, ഇക്കൂട്ടർക്ക് ഒരു ദീനില്ല എന്ന് പറയുന്ന ദുരന്തം
നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. കാരണം അല്ലാഹു ഏൽപ്പിച്ചു തരുന്ന ഒരു ബന്ധത്തിൽ നമ്മൾ അന്യായം ചെയ്തിട്ടുണ്ടെങ്കിൽ മകനും ഓരോ രക്ഷിതാക്കളും ചിന്തിക്കണട്ടോ. ഇക്കഴിഞ്ഞ ദിവസം വൈവാഹിക ബന്ധം കഴിഞ്ഞ് 3ാമത്തെ മാസം ബന്ധം വേർപ്പെടാൻ കാരണമായി. വിഷയങ്ങൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയൊരു വിവരം, പെൺകുട്ടിക്ക് അതേ കുടുംബത്തിലെ മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണല്ലോ, തോട് കൈയിട്ട് ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലിട്ട് 100 ലൈക്ക് വാങ്ങുന്ന കൈയിട്ടോ കസിൻസ് ഹലാലാണോ? പാപ്പാന്റെ പെങ്ങളോ ഹലാലാണോ? ഉമ്മാന്റെ ആങ്ങളന്റെ മോൻ ഹലാലാണോ? തോട് കൈയിട്ടിട്ടും ഒരുമിച്ച് ബൈക്കുമേൽ യാത്ര ചെയ്തിട്ടും വട്ടപ്പാട് നേരത്ത് ഹാപ്പി ബീച്ചിൽ ചെന്നിട്ട് ലൈവ് ഷോകളിൽ ആളുകളെ കാണിച്ചിട്ടും അവസാനം കല്യാണം കഴിഞ്ഞ 5ാമത്തെ കൊല്ലം ഫേസ്ബുക്ക് അവന്റെ 5 കൊല്ലത്തെ മുൻപുള്ള ഇൻസ്റ്റഗ്രാം ആ രീതിയിലുള്ള സ്റ്റോറി ഫേസ്ബുക്കായിട്ട് മുൻപോട്ട് കൊണ്ടുവന്നപ്പം ആണിന് സംശയം തുടങ്ങി, ആണിന്റെ മനസ്സിൽ കരടുബന്ധം തുടങ്ങി. ഇതൊക്കെ കണ്ടിട്ട് അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതും ഹലാലായ ബന്ധത്തിന്റെ കൂടെ വിടാമോ, ഹലാലായ ബന്ധങ്ങൾക്ക് നിൽക്കാമോ, അന്യ ആൺപെണ്ണിന്റെയും മുൻപിൽ ശൈത്താനുണ്ടാവും. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയുന്ന ചില പെൺമക്കളും ചില പിള്ളാരും ചോദിക്കും, ഇതൊക്കെ ഇപ്പൊ പറയാൻ പറ്റുന്നതാണോ മൗലവി? ആണ്. അത് സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അവരിവറ ചിന്തകൾ മനസ്സിൽ കയറി വന്നപ്പോ എത്ര പെൺമക്കളാ കല്യാണം വേണ്ടെന്ന് വെച്ചത്, എത്ര പെൺകുട്ടികൾ ആ കുടുംബത്തിന്റെ ഭാരം വേണ്ടാന്ന് വെച്ച് പ്രസവിക്കുക, വലയൂട്ടുക, കുടുംബം നോക്കുക എന്നുള്ളതൊക്കെ കാലഹരണപ്പെട്ട പഴഞ്ചൻ വിശ്വാസമാണെന്നും അതുകൊണ്ട് അത്യാവശ്യം എനിക്കുത്തരകൾ നടത്തി ഒരുമിച്ച് ജീവിച്ച് താല്പര്യമില്ലാത്ത സമയമാകുമ്പോ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തന്റെ തലയിൽ കയറി അവനെയും വേണ്ടെന്ന് വെച്ച് അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയാ പോലെ എന്ന് ചിന്തിക്കുന്ന പെൺമക്കൾ വർദ്ധിച്ചതിന്റെ പേരില കേരളത്തിലെ പ്രസിദ്ധനായ കേരളത്തിന് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന ഒരു നടൻ പോലും പറഞ്ഞത്, ആണും പെണ്ണും കെട്ടി വിവാഹം കഴിച്ചവരെ ഞാൻ എന്റെ വീട്ടിൽ കേട്ടുനിന്ന് ഒരു മഹാനടനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത്രമാത്രം വിപരീത മനോഭാവം നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് വീട്ടിന്റെ ഡൈനിങ് ഹാളിലെ വെട്ടിപ്പെട്ടിയിലൂടെ കുത്തിവെക്കാൻ ലിബറൽവാദികൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ സാധിച്ചതിന്റെ ഗൗരവം തിരിച്ചറിയാനാവാത്ത രക്ഷിതാക്കളാണ് ഈ സമൂഹത്തിലുള്ള ഏറ്റവും വലിയ പരാജയങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മളേതെങ്കിലും ഒരു കുടുംബത്തെ കരയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വൈവാഹിക രംഗത്ത് അവസാനം ആ അന്വേഷണത്തിൽ അവസാനം കണ്ടെത്തിയത് കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് പെൺകുട്ടിക്ക് ബന്ധമുണ്ട്. അതാ പെൺകുട്ടിയെക്കാളും 2 വയസ്സിന്റെ ഇടപ്പുള്ള കുട്ടിയാണ്, കസിൻസ് കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഏകദേശം കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയില്ലാന്ന് മനസ്സിലായപ്പോ 3 മാസം വിവാഹം കഴിച്ച ചെറുപ്പക്കാരനെ കൊണ്ട് ശരീരത്തിൽ ഒരു കൈ ഒപ്പിക്കാൻ പെൺകുട്ടി സമ്മതിച്ചില്ല. ഒന്നവന്റെ കൂടെ കിടക്കാൻ പോട്ടെ, കൂടെ ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി സമ്മതിച്ചില്ല. ഇതൊക്കെയായിരുന്നു വിവാഹത്തിന്റെ ആദ്യ നാളുകൾ എന്ന് തെറ്റിദ്ധരിച്ച സാധു ചെറുപ്പക്കാരൻ 5 വക്തിന് പടച്ചൊല്ല് പള്ളിയിലുള്ള പാവ മനുഷ്യൻ നിസ്സഹായനായി പൊട്ടിക്കരഞ്ഞ് ഉമ്മാന്റെ മുമ്പ് കരഞ്ഞപ്പെടാ കുടുംബങ്ങൾ വിവരറിയുന്നു. കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ അത്തരത്തിലുള്ള ഒരു ബന്ധം പെൺകുട്ടിക്കുണ്ടായപ്പോൾ പാപ്പാന്റെയും ഉമ്മാന്റെയും ആത്മഹത്യ ഭീഷണി കൺമുൻപിൽ കണ്ടപ്പോൾ ആ പെൺകുട്ടി സമ്മതിച്ചതാണ് പോലും കല്യാണത്തിന്. അവസാനം ചർച്ചയ്ക്കൊടുവിൽ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചപ്പോൾ ഒഴിവാക്കുന്ന ചർച്ചയിലേക്ക് വരാൻ വേണ്ടി വാപ്പാനെ ക്ഷണിച്ച സമയത്ത് വളരെ നിസ്സാരമായി വാപ്പ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകളെ വേണ്ടെങ്കിൽ ഇന്നാന്ന് വേണ്ടാന്ന് വെച്ചോ, എന്നിട്ട് അതിലെന്തെങ്കിലും ഒപ്പിടാനുണ്ടെങ്കിൽ അങ്ങാടിയിൽ ഏതെങ്കിലും ഒരു മസാലപ്പീടിയയിലോ ഒരു പച്ചക്കറി പീടിയയിലോ കട്ടേൽപ്പിച്ചാൽ മതി, ഞാൻ ഉപ്പിട്ടിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തോളാം, അല്ലാണ്ട് നിങ്ങളെ ഈ തോന്നിയാലത്തിൽ ഇന്ന പറയാൻ സമയമില്ല എന്ന് പറയപ്പെടുന്ന ലാഘവത്വത്തിലേക്ക് ഒരു കുടുംബം നിങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതേത് അള്ളാന്റെ ഖുർആനിന്റെ കടുക്കഷണങ്ങളാണെങ്കിലും മുതലും ആക്രമിക്കപ്പെട്ടവന്റെ മനസ്സ് വേദനിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അവനും പടച്ചവനും ഇടയിൽ ഒരു മറയാകൂല. അവന്റെ മനസ്സ് വേദനിച്ചത് കണക്കൊപ്പിച്ച് ആ കുടുംബത്തിൽ അള്ളാഹു തന്നിരിക്കും. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ കുടുംബം മനോഹരമാകണമെങ്കിൽ വൈവാഹിക ബന്ധത്തെ അള്ളാഹുവിന്റെ ദീനിന് തന്നെ പ്രാധാന്യം കൊടുക്കണം. ആ ദീനുണ്ടെങ്കിൽ ബാക്കി എല്ലാം മനോഹരാകും. ദീനില്ലെങ്കിലോ ബാക്കി എന്തുണ്ടായാലും മനസമാധാനത്തോടെ എത്താനും സാധിക്കുകയില്ല. വിവാഹ രംഗത്തും ദാമ്പത്യ രംഗത്തും കുടുംബ രംഗത്തും ഒക്കെ
റബ്ബിന്റെ തൃപ്തിയും പ്രീതിയുമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. എങ്ങനെയാണ് ബന്ധം സ്നേഹിക്കപ്പെടേണ്ടത്? ഒരു ബന്ധം ഏറ്റവും മനോഹരമായി സ്നേഹിക്കപ്പെടുമ്പോഴാണ് ആ ബന്ധത്തിൽ ഏറ്റവും മനോഹരമായ ഇഷ്ടങ്ങളും ഇണക്കങ്ങളും കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ മദീന പള്ളി ഇതുപോലെ ഇരിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് ഒരിക്കൽ പറഞ്ഞു, ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ സ്വർഗത്തിൽ എന്റെ മുൻപന്തിയിലായിരിക്കും. അതാരാണെന്ന് അറിയാൻ വേണ്ടി സഹാബത്ത് കാത്തിരുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കയറി വന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന അത്ര പ്രസക്തിയില്ലാത്ത നിസ്സാരനായ ഒരു സ്വഹാബി. അദ്ദേഹം അകത്തേക്ക് കയറി വന്നു, സ്വഹാബത്തിനോട് സലാം പറഞ്ഞു, പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു. നിശബ്ദനായി പ്രവാചകന്റെ സദസ്സിന്റെ പിൻഭാഗത്ത് ചെന്നങ്ങനെ തലകുനിച്ചിരുന്നു. സഹാബത്ത് ചോദിച്ചു, റസൂലേ, അംർ എന്തുകൊണ്ടാണ് റസൂലേ അംറിന് ഇത്രമാത്രം പ്രത്യേകത? പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി നിന്നു. പിറ്റേ ദിവസം വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, ഇനി ആ മദീന പള്ളിയുടെ വാതിൽ കടന്ന് അകത്ത് കയറുന്നവൻ അവന്റെ കാലടിപ്പാടുകൾ സ്വർഗത്തിൽ എന്റെ കാലടിപ്പാടിന്റെ അരികിലാണ്. അന്നും സ്വഹാബത്ത് കാത്തിരുന്നു അതാരാണെന്ന് അറിയാൻ. കയറി വന്നത് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു തന്നെ. അത്ഭുതത്തോടെ റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി സഹാബത്ത് ചോദിച്ചു, റസൂലേ, അതിന് മാത്രം എന്ത് പ്രത്യേകതയാ അംറിനുള്ളത്? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, നിശബ്ദനായി പുഞ്ചിരിച്ചു. അത് കേട്ടപ്പോൾ സഹാബാക്കളിൽ ചിലർ അംർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, അംറേ, ഇന്ന് രാത്രി നിന്റെ കൂടെ ഞങ്ങൾ താമസിക്കട്ടെ? എന്തൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ പുതിയതായിട്ടുള്ളത് എന്നറിയാൻ വേണ്ടിയാണ്. അങ്ങനെ താമസിച്ച് പിറ്റേന്ന് നേരം വെളുത്ത മദീനത്തെ പള്ളിയിൽ വന്ന് സ്വഹാബത്ത് പറഞ്ഞു, പ്രവാചകരെ, നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും അംർ ചെയ്യുന്നില്ല. നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതേ അംർ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് റസൂലേ ഞങ്ങൾക്ക് ആർക്കില്ലാത്തൊരു ശ്രദ്ധ അംറിനുണ്ട് നിങ്ങൾ പറയാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഹബീബ് തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങളത് അംറിനോട് തന്നെ ചോദിക്കുക. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് സ്വഹാബത്ത് ചോദിച്ചു, അംറേ, താങ്കൾക്ക് എന്താ ഇത്ര പ്രത്യേകത? അംർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുറച്ചു നേരം ആലോചിച്ചു നിന്നിട്ട് പുഞ്ചിരിയോടെ പറയും, സ്വഹാബത്തെ, നിങ്ങളൊക്കെ ചെയ്യുന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്നതേ ഞാനും ചെയ്യുന്നുള്ളൂ. അത് പറഞ്ഞ് തിരിഞ്ഞു നടക്കുന്ന അംർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, പിന്നെ സ്വഭാവത്തെ, നിങ്ങളിൽ നിന്ന് എന്നെ വ്യത്യസ്തനാക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് എന്ന് എനിക്ക് തോന്നിയത് എന്താണെന്നറിയോ? സ്വഹാബത്ത് ചോദിച്ചു, എന്താണെന്ന്? അംർ റളിയല്ലാഹു അൻഹു കണ്ണുനീരോടെ പറഞ്ഞു, ഒരാളെയും മനസ്സ് വേദനിപ്പിച്ച് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. ഒരാളെയും നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ കണ്ണീരിലാക്കിയിട്ട് ഒരു രാത്രി പോലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. എന്നെ ചതിച്ചവരോടും എന്നെ പറ്റിച്ചവരോടും എന്നെ കരയിപ്പിച്ചവരോടും എന്റെ കണക്ക് ഞാൻ ഇത് അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് പോകാറുള്ളൂ. ഹബീബായ നബി തങ്ങളുടെ നേരെ നോക്കി സഹാബത്ത് ചോദിച്ചു, റസൂലേ, അതാണ് അംറിന്റെ യോഗ്യത? താടിയോങ്ങൾക്കിടയിലൂടെ കണ്ണുനീർ ഒലിച്ചു ചാടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, വലാകിൻ ഖാൽ, അതാണ് അംറിന്റെ യോഗ്യത. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരാൾ മുസ്ലിം ആവുന്നത് എപ്പോഴാണെന്ന ചോദ്യത്തിൽ റസൂലുള്ളാഹി കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിലിസാനിഹി വയദിഹി. നിങ്ങൾ മുസ്ലിം ആവുന്നത് 5 വക്ത് പടച്ചൊല്ലെടുത്ത് നമസ്കരിച്ച് ബോധ്യപ്പെടുത്തുമ്പോഴല്ല, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുമ്പോഴല്ല, ഇസ്ലാമിന്റെ ചിഹ്നങ്ങളോട് കൂടി വസ്ത്രം ധരിക്കുമ്പോഴല്ല, പരിശുദ്ധ കഅബാലയത്തിൽ ചെന്ന് തവാഫ് ചെയ്യുമ്പോഴല്ല, സകാത്തിന്റെ കണക്കൊപ്പിച്ച് നിങ്ങൾ സകാത്ത് കിട്ടുമ്പോഴല്ല, നാട്ടിൽ ഇസ്ലാഹി പ്രവർത്തനത്തിന് നെടുത്തൂണുകളാകുന്ന കടിഞ്ഞാണുകളാകുമ്പോഴല്ല നിങ്ങൾ മുസ്ലിമീങ്ങളാകുന്നത്. മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നിങ്ങളുടെ നാവിൽ നിന്ന്, നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നാവ് കൊണ്ടൊരു മനസ്സ് കരയുന്നില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൊണ്ടൊരു ഹൃദയം തേടുന്നില്ലെങ്കിൽ, അൽ മുസ്ലിം, അവനാണ് മുസ്ലിം, അവനാണ് ഇസ്ലാം. ആ തിരിച്ചറിവാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. കാരണം സെക്കൻഡിൽ തേടിയെത്തുന്ന നിമിഷം വരെ ഒരാളെയും അല്ലാഹുവിന്റെ ഹബീബ് കരയിപ്പിച്ചിട്ടില്ല. ഒരാളോട് മുഖമെടുത്ത് സംസാരിച്ചിട്ടില്ല. നിറത്തിന്റെ പേരിലോ വർണ്ണത്തിന്റെ പേരിലോ കുലത്തിന്റെ പേരിലോ ഹബീബായ നബി തങ്ങൾ വർദ്ധനവ് കാണിച്ചിട്ടില്ല. ഇന്നോ മലപ്പുറം ജില്ലയിലെ സാധുവായ ഒരു പെൺകുട്ടി വിവാഹത്തിന്റെ 11ാമത്തെ ദിവസം ആത്മഹത്യ ചെയ്തു. എന്തേ കാരണം? ആ പെൺകുട്ടിയുടെ ബ്യൂട്ടീഷ്യന്മാർ ഒരുക്കിക്കഴിഞ്ഞ് കല്യാണത്തിന്റെ പിറ്റേ ദിവസം കുളിച്ചതിന് ശേഷം
ആ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ യഥാർത്ഥ കളർ കുടുംബം കണ്ടു. വിവാഹത്തിന്റെ അന്ന് പലരും സന്തോഷത്തോടു കൂടി ഭാഗ്യമാണെന്ന് പറഞ്ഞവരോട് ഇരുനിറത്തിലുള്ള പെണ്ണിനെ ചൂണ്ടി നീ എന്താ കാക്കാത്തിയെയാണോ കെട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പിന്നീട് അവിടെ അങ്ങോട്ട് ആ ചെറുപ്പക്കാരന്റെയും കുടുംബത്തിന്റെയും വാക്കുകൾ ഏറെ വേദനാജനകമായിരുന്നു. അവസാനം വിവാഹത്തിന്റെ ആദ്യത്തെ ആഴ്ചയുടെ അവസാനം ഒരു തുണ്ട് കയറി പാവപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ മലപ്പുറത്തെ കുടുംബത്തിലേക്ക് നോക്കി നമ്മുടെ സങ്കടത്തോടെ മുഖത്ത് വെള്ളം വെക്കുന്നുണ്ടെങ്കിൽ വേണ്ടട്ടോ, അവനാന്റെ കുടുംബത്തിൽ പെൺമക്കൾക്ക് നടപ്പറഞ്ഞതിന്റെ പേരിൽ വിവാഹം വേണ്ടെന്ന് വെക്കുന്ന മാതാക്കളുണ്ട്. ഒരു മാക്ക് 4 പെൺമക്കളായി പോയതിന്റെ പേരിൽ ആ കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചെന്ന് പറയുന്നവരുണ്ട്. വാപ്പാക്ക് നിറം കുറഞ്ഞതിന്റെ പേരിൽ എന്റെ മകനുണ്ടാകുന്ന പേരക്കുട്ടിക്ക് നിറമുണ്ടാകില്ലെന്ന വിശ്വാസത്തിന്റെ പേരിൽ കല്യാണം വേണ്ടെന്ന് വെക്കുന്നവരുണ്ട്. വിവാഹത്തിന് കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മുൻപ് പോലും കയറി ചെന്ന് തന്റെ മകൻ കണ്ട പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി നിനക്കൊന്ന് പല്ല് തേക്കൂടെ, നിനക്കൊന്ന് ക്ലിപ്പിട്ടൂടെ, കുഞ്ഞ് പല്ല് ഉള്ളിലേക്കാക്കിക്കൂടെ, നിനക്കൊന്ന് അങ്ങനെ വെരിഫിക്കേഷൻ ചെയ്തൂടെ എന്ന് ചോദിക്കുന്ന മുസ്ലിം ഉമ്മമാരുണ്ടെങ്കിൽ നമ്മുടെ നാവുകൊണ്ടും വാക്കുകൊണ്ടും ഒരാളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന്റെ വേദന നിങ്ങളെ അറിയിക്കാതെ അല്ലാഹു തിരിച്ചു പിടിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് വേണം? പരസ്പരം ബഹുമാനിക്കണം. ഏത് ബന്ധവും ഞാൻ എന്റെ ഭാര്യയെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ എന്റെ ഭാര്യന്റെ മാതാപിതാക്കളെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. കാരണം എനിക്ക് ആ മകനെ തരാൻ അവര് കാണിച്ചൊരു മനസ്സുണ്ട്. അവർ തരാമെന്ന് സമ്മതിച്ചതിന്റെ പേരിലാണ് എനിക്ക് അവളെ കിട്ടി. ഇതേപോലെ തന്നെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 25-ാമത്തെ വയസ്സ് വരെ ഞാൻ ഉടുത്തതൊക്കെ അലക്കി തന്നതിന്റെ ഉമ്മയാണ്, എനിക്ക് ഭക്ഷണം തന്നതിന്റെ ഉമ്മയാണ്, എനിക്കൊരു സുഖേട് വന്നപ്പോലും കഞ്ഞിണ്ടാക്കി തന്നതിന്റെ ഉമ്മയാണ്. ഞാൻ ഇറങ്ങിപ്പോയി തിരിച്ചു വരുന്നത് വരെ വീട്ടിന്റെ ഉമ്മറത്തിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഉമ്മയാണ്. 25 കൊല്ലം ഞാൻ നോക്കിയ ഉമ്മ അവസാനം കല്യാണം കഴിച്ച് 15-ാമത്തെ കൊല്ലം ഞാൻ എന്റെ പെണ്ണിനെയും കൂട്ടി ഉമ്മാനെ വേണ്ടെന്ന് വെച്ച് പോകുമ്പോ ഞാൻ അവളെ മുഖത്ത് നോക്കി പറയണം, പെണ്ണ് ഇന്ന് നോക്കിയിട്ട് 15 കൊല്ലമായിട്ടേക്കും, പക്ഷെ എന്റെ ഉമ്മനെ നോക്കിയത് 25 കൊല്ലമാണെങ്കിൽ എന്നോട് പോലെ തന്നെ നിന്റെ മാതാപിതാക്കളോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിലേ നിന്റെ ബന്ധം പടത്തോൻ ഇഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം പെൺമക്കൾക്കും അമ്മക്കൾക്കും. അതാണ് ഇസ്ലാമിന്റെ വിവാഹത്തിന്റെ മുന്നൊരുക്കം. അതാണ് ലോകത്തിന്റെ ഹബീബാന്റെ വിട്ടങ്ങൾ കാണിച്ചുകൊടുത്ത് ശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കില്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾക്ക് പടച്ചവൻ വിവാഹം നിശ്ചയിച്ചത് കല്യാണത്തോടു കൂടി എല്ലാ സൗകര്യവും ഇല്ലാണ്ടാക്കാനല്ല. ഇന്ന് അങ്ങനെയാണ്. കല്യാണം കഴിയുന്നവരെ എല്ലാവരും സൗകര്യത്തിലായിരിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കാണാം പിന്നെ കുടുംബത്തിൽ കൂട്ടിക്കറി, വേദാലും സമാധാനമില്ലായ്മ. വിവാഹം അമ്മ നിശ്ചയിച്ചതെന്തിനാ? നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി. ആ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം കാരുണ്യത്തോടെ പെരുമാറുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ബന്ധവും മനോഹരവും. തിരിച്ച് ദുനിയാവിന് കിട്ടണമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളെ സ്നേഹിക്കണം. ഞാൻ പലപ്പോഴും എന്റെ പ്രസംഗത്തിൽ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. എനിക്ക് സുഹൃത്താനെ പരിചയമുണ്ടെന്ന് കരുതുക. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ സുഹൃത്ത സ്റ്റേജ് മേലെ ഇരിക്കുന്നു, എന്നെ നോക്കണില്ല. ഞാനൊന്ന് ചിരിച്ചു, സുഹൃത്ത ചിരിക്കുന്നില്ല. സ്റ്റേജിന്റെ മുൻപ് കൂടെ ഞാൻ ഇങ്ങനെ നടന്നു, ഒന്നുകൂടി ഞാൻ സുഹൃത്താനെ നോക്കി ചിരിച്ചു. താത്ത ഭയങ്കര ഗൗരവത്തിൽ ഏകദേശം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പ്രസംഗിച്ചിറങ്ങാൻ നേരത്ത് താത്ത എഴുന്നേറ്റ് എന്നോട് ഒരു ചിരി. ഞാൻ മനസ്സിലിരിക്കും. 2 തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്ത താത്തയോട് ഞാൻ ചിരിക്കണമെന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? എനിക്ക് ഈ ദുനിയാവ് കൊടുക്കുന്ന സ്നേഹത്തിന് പകരം കിട്ടണമെന്ന് ഞാൻ ഇവിടെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. അതെനിക്ക് പടച്ചോൻ തന്നാൽ മതി എന്ന് ചിന്തിച്ചാലോ? നിങ്ങളെ പുഞ്ചി പോലും സദക്കയാണെന്നും നിങ്ങൾക്ക് പടച്ചോൻ തരുമെന്നും ഹബീബാനി വിധങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ ചിരിക്കാവൂ, അങ്ങനെ കുടുംബത്തിന് സ്നേഹിക്കാവൂ. തിരിച്ചു കിട്ടണം ആഗ്രഹിച്ചാൽ കിട്ടിക്കൊള്ളുന്നില്ല. അത് തെരുവുള്ള മനുഷ്യന്മാരിൽ പലരും എത്രയേറെ നല്ലത് ചെയ്തു കൊടുത്താലും നമ്മുടെ ശത്രുക്കളായിരിക്കും പലരും. അതുകൊണ്ട് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമാധാനം ഉണ്ടാക്കിയതും ആ സ്നേഹമായിരുന്നു. നമുക്കറിയാം, ജനിക്കുന്നതിന്റെ മുമ്പേ വാപ്പല്ല, അനാഥനായ മകൻ. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും പോയി. കയറി കിടക്കാൻ ഒരു കൂലയോ വീടോ സ്നേഹിക്കാൻ കുടുംബമോ ഇല്ലാത്ത, മാതാപിതാക്കളില്ലാത്ത ഒരു അനാഥ പയ്യൻ, ഒരു അനാഥ ബാലൻ.
അന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ കൂട്ടിക്കൊണ്ടുപോയത് ആരാന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പ അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ്. ഫാത്തിമ ബിൻത് അസദ് ചെറുപ്പത്തിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. എന്നിട്ട് തന്റെ മക്കളായ അലിയേക്കാൾ ഫാത്തിമ എന്ന ഉമ്മ നോക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അല്ലാഹുവിന്റെ റസൂലിനാണ്. വാപ്പല്ലാത്ത ഉമ്മല്ലാത്ത റസൂലിനെ, മുഹമ്മദിനെ അതിന്റെ വേദനയെ അറിയിക്കാതെ ഫാത്തിമ ബിൻത് അസദ് പൊന്നുപോലെ പരിപാലിച്ചു. ഇസ്ലാമിലെ അല്ലാഹുവിന്റെ തൗഫീഖ് ഇറങ്ങി നുബുവത്ത് കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ അബൂ താലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദുണ്ട്. ഫാത്തിമ ബിൻത് അസദുണ്ട്. അതുകൊണ്ട് ഫാത്തിമ ബിൻത് അസദ് മരണപ്പെട്ടപ്പോ ആ മയ്യത്ത് സ്വന്തം കൈകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് തോളിലേക്ക് ആ മയ്യത്തെടുത്ത് കബറിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ആ കബർ പുറത്തേക്ക് മണ്ണിടാനിരുന്ന സ്വഹാബത്തിനോട് റസൂലുള്ളാഹി പറയുന്ന ഒരു വാക്കുണ്ട്, ആയിട്ടില്ല, എനിക്ക് എന്റെ കൂട്ടുമ്മയോടൊന്ന് സംസാരിക്കണം. ആ കബറിലേക്ക് ഇറങ്ങി നിന്ന് ആ കബറിലേക്ക് ചൂണ്ടിയിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ ഇതാരാന്നറിയോ? ഇതെന്റെ കൊച്ചുമ്മയാണ് ഫാത്തിമ ബിൻത് അസദ്. അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപേ ഈ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. അലിയെ മാറത്തേക്ക് ചേർത്ത് പിടിക്കുന്നതിന്റെ മുൻപേ ആ മാറിന്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അലിയെ ജീവിതത്തിലേക്ക് സന്തോഷിപ്പിക്കുന്നതിന്റെ മുൻപേ എന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇതും പറഞ്ഞ റസൂലുള്ളാഹി ഖബറിൽ നിന്നിട്ട് പറയുന്നുണ്ട്, പടച്ചോനെ, നിന്റെ കൊച്ചുമ്മാന്റെ ഖബറ് ആ ഇടുങ്ങലിൽ നിന്നും ആ ഖബറിന്റെ വേദനയിൽ നിന്നും നിന്റെ ഉമ്മാക്ക് ഒരു സമാധാനം കൊടുക്കണേ റബ്ബേ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ പോലും ആ ഒരു സ്നേഹത്തോടു കൂടി റസൂലുള്ളാഹിക്ക് ജീവിക്കാൻ സാധിച്ചത് ആ പരസ്പര സ്നേഹം കൊണ്ടായിരുന്നു. ആ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിന്റെ ചരിത്രം കൊണ്ടായിരുന്നു. ഏറെ ജീവിതത്തിന്റെ പ്രായ വ്യത്യാസമുള്ള വൈവാഹിക രംഗത്ത് പോലും അല്ലാഹുവിന്റെ ഹബീബിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് ആ ജീവിതത്തിൽ നൽകപ്പെട്ട കിട്ടിയിട്ടുള്ള സ്നേഹബന്ധങ്ങളുടെ അടയാളം കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ നമ്മളൊരു കുടുംബം തയ്യാറാക്കുമ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് പണം ഉണ്ടാകണം, പണം ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാകൂ എന്നൊരു ധാരണയും സൗന്ദര്യം ഉണ്ടെങ്കിലേ സ്വസ്ഥതയുണ്ടാകും എന്നൊരു ചിന്തയും നമ്മൾ മാറ്റി വെക്കണം. നമ്മുടെ ജീവിതത്തിന്റെ സമാധാനവും സന്തോഷവും ലാളിത്യമൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ദുനിയാവിൽ ജീവിക്കരുത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര പേരുടെ കുടുംബം സ്വൈര്യത്തിലും സമാധാനത്തിലും ആവാതിരിക്കാത്ത കാരണം എന്താണ്? ലോൺ എടുത്തതിന്റെ വേഗാവോ കടക്കുന്നതിന്റെ ബുദ്ധിമുട്ടായി. എന്തുകൊണ്ടാണ് പല കുടുംബത്തിലേക്കും അത് കടന്നു വരുന്നത്? ലാളിത്യത്തിന് പകരം ഈഗോക്ക് വേണ്ടിയിട്ടും പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ടും ജീവിക്കാൻ തുടങ്ങി. ലോൺ എടുത്തിട്ട് കൊലണ്ടാക്കാൻ തുടങ്ങി, ലോൺ എടുത്തിട്ട് പവർ കൂട്ടാൻ തുടങ്ങി. അതോടുകൂടി ദുനിയാവിൽ പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനം കിട്ടുന്നില്ല. എത്ര ഉമ്മാരെ പണ്ടാന്നറിയോ ഇപ്പം ജ്വല്ലറി കിടക്കുന്നത്? നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അമ്മാരും? ആ ജ്വല്ലറിയിലെ പലിശ ഇടപാട് തന്നെ കിടന്നാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ആ പലിശ ഇടപാടിൽ തന്നെ ജീവിച്ച് മരിച്ചു പോകുന്നതിന്റെ ഒക്കെ ഒരു ഗൗരവങ്ങൾ ആലോചിച്ചു നോക്കി. അത്യാവശ്യം പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹറാമായ ഒരു ജീവിതം എനിക്ക് വേണ്ടാന്ന് തീരുമാനിക്കുന്നതാ സമാധാനം. അല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരുപാട് സൗകര്യങ്ങൾ വാരിപ്പിടിക്കുന്നതല്ല ജീവിതം. നാളെ പടച്ചവന്റെ പട്ടികയ്ക്ക് ഇറങ്ങിക്കിടക്കേണ്ടി വരുമ്പോ ഈ ദുനിയാവിൽ നിന്ന് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതൊന്നും ഞാൻ കൊണ്ടുപോകില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും റബ്ബിന് താല്പര്യമുള്ളതും എന്റെ ജീവിതത്തിലുള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് അള്ളാന്റെ അരികിലേക്ക് മടങ്ങാൻ പറ്റണം. അത്ര ചെറുതാ ദുനിയാവ്. അള്ളാന്റെ ഹബീബിന് പോലും പടച്ചം കൊടുത്തത് എത്ര കൊല്ലം? 63 കൊല്ലം. ഞാൻ പറയാണെങ്കിൽ എനിക്ക് 41 വയസ്സ് കഴിഞ്ഞു, 42ാമത്തെ വയസ്സാണ്. റസൂലുള്ളാഹി പടച്ചം കൊടുത്തത് വെച്ച് നോക്കുകയാണെങ്കിൽ 20 കൊല്ലം കൂടി എനിക്ക് പോലും കഴിഞ്ഞുള്ളൂ. അതും കിട്ടൂല. 50 കഴിഞ്ഞ ഈ കൂട്ടത്തിൽ 50 കിട്ടുമോ? ഇല്ലട്ടോ, എന്നും വിചാരിക്കണ്ട. 60 കഴിഞ്ഞ് 70 കഴിഞ്ഞ ചിലപ്പാരൊക്കെ പറയും അൽഹംദുലില്ലാ 70 വയസ്സേരെ ഇപ്പൊ കിട്ടിയില്ലേ, ഇനി പടച്ചം വിളിച്ചാലൊക്കെ പോണമെന്നൊക്കെ പറയും. അങ്ങനെ വേഗം പടച്ചം വിളിച്ച് കുറെ 90 വയസ്സ് വരെ ജീവിക്കലല്ല പുണ്യം. ജീവിച്ച കാലം കൊണ്ട് പടച്ചവന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ ഈ ദുനിയാവിൽ നമ്മൾ എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന ആശ്വാസത്തിലാണ് നമ്മൾ മരണത്തെ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ദുനിയാവ് ഒരു വഴിയാത്രക്കാരന്റെ ഇടം മാത്രമാണ്. ഈത്തപ്പന പോലെ കിടന്ന് പുറമാകെ ചുവന്നതെടുത്ത് ഈത്തപ്പന കണ്ണിന്റെ പാദം ശരീരത്തിന്റെ പിൻഭാഗത്ത് കണ്ടപ്പോ വന്ന് ചോദിക്കുന്നുണ്ട്, റസൂലേ, നമ്മളുടെ അധികാരത്തിന്റെ പരിധിയുടെ 10% പോലും ഇല്ലാത്ത കിസ്ര ചക്രവർത്തിമാർ
അവരുടെ കൊട്ടാരത്തിനുള്ളിൽ മഞ്ചത്തിൽ പട്ടും മുളയാടുകളും ധരിച്ച് അവരുടേതായ സപ്രപഞ്ച കട്ടിൽ കിടന്നുറങ്ങുമ്പോൾ എന്തിനാ റസൂലേ നിങ്ങൾ ഈത്തപ്പന ഓരയിൽ കിടക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് ഈത്തപ്പന ആലുകൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു നല്ല കിടക്ക ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരട്ടെ റസൂലേ. പുഞ്ചിരിയോടെ സയ്യിദുന ഉമറിന്റെ പുറത്ത് റസൂൽ തട്ടിയിട്ട് പറഞ്ഞു, ഉമറേ നമ്മുടെ ഈ ദുനിയാവിൽ ഒരു വയ്യാത്രക്കാരൻ മാത്രം. അടുത്ത കൊല്ലത്തെ MGM സമ്മേളനത്തിൽ ഞാനുണ്ടാവുന്ന ഒരു ഉറപ്പില്ല. അടുത്ത കൊല്ലല്ല, നാളെ നേരം കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഈ ലോകത്തിൻ്റെതെന്ന് പറയാൻ ഞാൻ ജീവിതത്തിൽ ചെയ്തതിന്റെ കൂടെ പോരും അല്ലേ? നാളെ പടച്ചവന്റെ മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീഹ് ചൊല്ലുമ്പോ ഏതുമാർക്കാ സ്വർണ്ണം കൊണ്ടുപോകാൻ പറ്റിയത്? എത്ര ഉമ്മാർക്കാ ഈ ദുനിയാവിൽ ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ച് പോകാൻ പറ്റിയത്? എത്ര ഉമ്മാർക്കാ ദുനിയാവിൽ ഏറ്റവും മനോഹരമായി അണിഞ്ഞണിഞ്ഞു പോകാൻ പറ്റിയത്? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോട് തൊട്ടടുത്തുള്ള ഒരു മഹലിൽ ഒരു സാധു ഉമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ നേരത്തെ പൊട്ടിക്കരച്ച പെൺകുട്ടികളത്. കാരണം എന്താ? ഉമ്മാന്റെ ചെറുക്കിക്കണക്കെന്നെ ചിറ്റൂരാൻ കിട്ടത്തില്ല. ഇറച്ചിയിലൊച്ചേതാ ഈ കൂട്ടത്തിൽ ഉണ്ടാകും എന്തെന്നാലുണ്ടോ നടക്കിക്കാൻ വേണ്ടി അവസാനം പ്രധാനം കൊണ്ടൊന്ന് പൊട്ടിച്ചെടുത്ത് കുളിപ്പിച്ച് കടത്തുമ്പോ പിന്നീട് ആ സ്വർണം ഉരുക്കി ആ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊടുത്തത് നമ്മുടെ കയ്യിൽ കിട്ടിയതാണ്. ഇന്നിന്റെ ഇന്നലെ കയ്യിലുള്ളതൊക്കെ ഞാൻ പറയാറുണ്ട്, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വളണ്ടല്ലോ, അതിനൊന്ന് കൊടുത്തോൻ ആകാശത്തിൽ തന്നതൊന്നുമല്ല, അല്ലെങ്കിൽ ഭൂമിയിൽ കുഴിച്ചെടുത്തതുമല്ല. ഏതോ കുടുംബത്തിലെ ഏതോ വലിയ ഉമ്മയോ മരിച്ചപ്പോ ആ മരിച്ചതിന് ശേഷം മക്കൾ അമ്മാന്റെ കൈമൊന്നും ചെവിമൊന്നും മുരിയെടുത്തിട്ട് കുടുംബക്കാർ ഒരുമിച്ചിട്ടൊരു തീരുമാനമെടുത്തു, ഉമ്മ ഉപയോഗിച്ചതിന് നമ്മൾ ഉപയോഗിക്കേണ്ട, കണ്ണൂര് ജ്വല്ലറി കൊണ്ടുവച്ച് വിൽക്കാം. ഏതോ ജ്വല്ലറിയിൽ കൊണ്ടുവച്ച് വിറ്റു. ആ ജ്വല്ലറിക്കാരത് തിരിയിട്ട് ഉരുക്കി അതൊരു കഷണാക്കി ഒരു ബിസ്ക്കറ്റ് പോലെ ആക്കിയിട്ട് വെച്ചു. എന്തിന്? അത് മാറ്റാൻ ആള് വരുന്നുള്ള പ്രതീക്ഷയിൽ. ആ സമയത്താണ് നിങ്ങൾ അവിടെ എത്തിയത്, അവിടെ മോളെ കല്യാണത്തിൽ അവിടെ എത്തിയത്. അതിൻ്റെതായ രീതിയും കോലവും കാണിച്ചു കൊടുക്കുന്നിടത്തിൽ നല്ലൊരു കോലം കാണിച്ചു കൊടുത്തപ്പം അന്ന് ഉരുക്കി വെച്ച സ്വർണ്ണ ബിസ്ക്കറ്റ് എടുത്ത് അതേ ബിസ്ക്കറ്റിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച കൊത്തുമണികളോടുകൂടി നിങ്ങൾക്കൊരു മാല, ഒരു വള, ഒരു ബ്രേസ്ലെറ്റ് ആ ജ്വല്ലറിക്കാരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ അവൻ കുഴിച്ചെടുത്തതല്ല. മാസങ്ങൾക്ക് മുൻപ് ഏതോ കുടുംബത്തിലെ വല്യമ്മയോ ഏതോ ഉമ്മയോ ഉപയോഗിച്ചിരുന്നത് മാത്രങ്ങളുടെ കയ്യിലുണ്ട്. ആളുകൾ മരിച്ചാലും നിങ്ങളെ മക്കൾ അത് കൊണ്ടുപോയി ജ്വല്ലറി കൊടുക്കും. അവര് വീണ്ടും അത് തീയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിറം വെട്ടിച്ചിട്ട് വേറൊരു ഡിസൈൻ ആക്കിയിട്ട് വാങ്ങാൻ വീണ്ടും. ഇത്രേ ഉള്ളൂ ദുനിയാവ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ ഇസ്ലാമിന്റെ ലാളിത്യം കുടുംബത്തിൽ കൊണ്ടുവരണം. ഇന്ന് ഭക്ഷണ മര്യാദ പഠിപ്പിക്കുന്ന കുടുംബങ്ങൾ കുറവാണ്. ഇന്ന് നമ്മൾ പറയാറുണ്ട്, എന്തുകൊണ്ട് ആശുപത്രികൾ അരുവാലയങ്ങൾ കശാപ്പശാലകളായത്? ഞാൻ എന്റെ ഒരു അനുഭവം പറയാറുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചികിത്സക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തതും അവസാനം പറഞ്ഞു 1.5 ലക്ഷം രൂപ. അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം ഇറങ്ങി. ഒരാഴ്ച കഴിഞ്ഞിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു, അവിടെ 1.25 ലക്ഷം രൂപ. അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അവർ 1 ലക്ഷം രൂപ. ഇതൊന്നും ചെയ്യാതെ ആരോഗ്യം കാണിച്ച വേദനയൊക്കെ ഒന്ന് മാറി സമാധാനത്തിൽ ജീവിക്കുമ്പോൾ 1.5 ലക്ഷം പറഞ്ഞ് ആദ്യത്തെ ഹോസ്പിറ്റലുകാരെ വിളിക്കുക, നമുക്കേറെ ഒന്നിന് ചെയ്യട്ടോ. അരുതാലയങ്ങൾ കശാപ്പശാലകളാകുന്നു. എന്തുകൊണ്ട്? ഭക്ഷണ മര്യാദകൾ നമ്മുടെ തീർമേശകളിൽ ഇല്ല. ചീറിപ്പാഞ്ഞതും പൊട്ടിത്തെറിച്ചതും കുയ്യിലിട്ട് വാട്ടിയതും ചൈനീസും തുർക്കിഷും ക്യൂ നിന്ന് വാങ്ങുക. ഓൺലൈനിൽ ഭക്ഷണം ബുക്ക് ചെയ്യാനിരിക്കുന്നു. എന്തേ കാരണം? ഒരു മന്തി ഓർഡർ ചെയ്താൽ ആ സമയത്തിനുള്ളിൽ ചെയ്താൽ 2 എണ്ണം കിട്ടും. ഭക്ഷണങ്ങളിൽ കാണിക്കുന്ന അമിതാവേശം, ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി, ഇസ്ലാമിൽ ഭക്ഷണത്തിന്റെ മര്യാദ പോലും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബോ ഭക്ഷണം എടുത്തു വെച്ചപ്പെട്ടപ്പോ ആ ഭക്ഷണത്തിലേക്ക് 4 ഭാഗത്തുനിന്നും കൈയിട്ട് വാരുന്ന ഇബ്നുമറിനോട് പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോനെ ഇബ്നുമറേ അല്ലാഹുവിന്റെ നാമം സ്മരിക്കണം, എന്നിട്ട് നിന്റെ ഭാഗത്ത് നിന്ന് തിന്നണം. ഞാൻ പറയാറുണ്ട്, നിന്ന് തിന്ന, നടന്നു തിന്ന, കിടന്നു തിന്ന. ഇസ്ലാമിലെ ഭക്ഷണ ലാളിത്യം പോലും ഇന്ന് പലർക്കും കുടുംബത്തിലില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലോ ഒരു ഭക്ഷണം കിട്ടുന്ന റസൂൽ ആദ്യം പടച്ചോനെ സ്തുതിക്കും. പലപ്പോഴും ഒന്നിലധികം കാരക്ക കിട്ടിയ സമയത്തൊക്കെ അള്ളാന്റെ റസൂൽ കരുതിയിട്ടുണ്ട്, സങ്കടമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭക്ഷണത്തിന്റെ ലാളിത്യറിയണമെങ്കിൽ ഒരൊറ്റ വാക്ക് കേട്ടാൽ മതി. ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന് ശേഷം
ആയിഷ റളിയല്ലാഹു അൻഹാന്റെ മുമ്പിലേക്ക് 2 റൊട്ടി മിക്ക സഹാബാക്കൾ കൊണ്ടുവച്ചു. ആ റൊട്ടിയിലേക്ക് നോക്കി ആയിഷ ബീവി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാ ഉമ്മാങ്ങൾ കരഞ്ഞ്? കണ്ണുനീരോടെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞു, എന്റെ ഹബീബിന് വയറു നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള ഭാഗ്യം പടച്ചോൻ എനിക്ക് തന്നിട്ടില്ല. അത്രമാത്രം പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച് ഭക്ഷണത്തിന്റെ ലാളിത്യം ഈ സമൂഹത്തിൽ ഒതുക്കിക്കൊടുത്തപ്പോൾ ഇന്ന് എത്ര കുടുംബങ്ങളെയാണെന്നോ ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്നത്. പ്രവാചക കുടുംബത്തിൽ നിന്നും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇന്നും പരീക്ഷിക്കാനും ആളുകൾക്കിടയിൽ സേവ ചെയ്യാൻ സ്റ്റാറ്റസ് ഇടാനും വേണ്ടി മാത്രം ഭക്ഷണത്തെ കാണുന്നവരും ഭക്ഷണം കഴിക്കാൻ